പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച പ്രധാന പങ്കാളികളായ എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങൾ ഒരുങ്ങി. കഴിവുകെട്ട സർക്കാർ കേരളം ഭരിച്ചതിന്റെ ദുരന്തമാണ് പ്രളയത്തിലൂടെ ജനങ്ങൾ നേരിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പ്രളയം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നും ചെന്നിത്തല. പ്രളയം തകർത്ത അഷ്ടമിച്ചിറ ജലസേചന പദ്ധതി നിലനിർത്താൻ KSEBക്ക് കൈത്താങ്ങായി നാട്ടുകാർ. അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് താൽക്കാലിക വൈദ്യുതി കണക്ഷൻ നൽകിയാണ് പദ്ധതി പ്രവർത്തിപ്പിക്കുന്നത്. ചരിത്ര സൂക്ഷിപ്പുകൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്താൻ നമുക്കാകണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സംസ്ഥാനത്ത് 8 ഹാർബറുകളുടെ രണ്ടാം ഘട്ടം 98 കോടി രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കുമെന്ന് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച. പാരമ്പര്യമായ ആചാരാനുഷ്ഠാനങ്ങളും രാജകീയ പ്രൗഢിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സംഗമവേദിയായ ഉത്രാളിക്കാവ് പൂരത്തിലെ പ്രധാന പങ്കാളികൾ എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങളാണ്. ഉത്രാളിക്കാവ് ഭഗവതിയുടെ പിറന്നാളിന് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിലെ ഭഗവതി പോകുന്നതാണ് വടക്കാഞ്ചേരി ദേശവും പൂരവുമായുള്ള ഐതിഹ്യം. ഒരിക്കൽ കൊച്ചി രാജാവിന്റെ വിശ്രമസ്ഥലമായിരുന്ന ഇന്നത്തെ ബോയ്സ് സ്കൂളിന് അരികിലൂടെ വടക്കാഞ്ചേരി വിഭാഗം എഴുന്നള്ളിപ്പ് കടന്നു പോകുന്നതിന്റെ വാദിഘോഷങ്ങൾ കേട്ട് രാജാവ് അതെന്താണെന്ന് ആരായുകയും തുടർന്ന് രാജകോവിലകത്തിന്റെ അരികിലൂടെ പോകുന്ന പൂരത്തിന് രാജകീയ അകമ്പടിയായി 2 ഭടന്മാരെ നൽകുകയും ചെയ്തു. ഇന്നും സായുധരായ 2 പോലീസുകാർ പൂരത്തിന് അകമ്പടി സേവിക്കുന്നത് ഈ ഓർമ്മയുടെ ഭാഗമായാണ്. പൂരദിവസം രാവിലെ പൂരത്തിലെ പ്രധാന പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് രാവിലെ 11:30 ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നതോടെ ഊത്രാളിക്കാവ് പൂരത്തിന് തുടക്കമാകും. എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാർ നേതൃത്വം വഹിക്കും. 1:45 എങ്കക്കാട് ദേശം എഴുന്നള്ളിപ്പ് ഊത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടക്കുന്നതോടെ കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ ആരംഭിക്കും. എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര വിജയൻ നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 12-ന് ചരിത്രപ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യം കരിമരക്കാട് ശിവക്ഷേത്രത്തിൽ ആരംഭിക്കുന്നതോടെ വടക്കാഞ്ചേരി എഴുന്നള്ളിപ്പിന് തുടക്കമാകും. വൈക്കം ചന്ദ്രന്മാരാർ പഞ്ചവാദ്യത്തിന് നേതൃത്വം വഹിക്കും. 4:15-ന് കുമരനെല്ലൂർ ദേശം ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടക്കുന്നതോടെ ദേശങ്ങൾ തമ്മിലുള്ള എഴുന്നള്ളിപ്പ് പൂതൻ, തിറ, ഹരിജൻ വേല തുടങ്ങിയവ നടക്കും. തുടർന്ന് വൈകിട്ട് 6 മണിക്ക് ഭഗവതി പൂരം കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 7:30-ന് എങ്കക്കാട് ദേശം വെടിക്കെട്ടിന് തിരികൊളുത്തുന്നതോടെ പകൽ പൂരത്തിന് സമാപനമാകും. TCV വടക്കാഞ്ചേരി. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് എങ്കക്കാട് ദേശത്തെ ഉങ്ങിൻതറയിൽ നടക്കുന്ന ഉങ്ങിൻതറ മേളത്തിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേരെത്തി. എങ്കക്കാട് സംസ്കാരയുടെ നേതൃത്വത്തിൽ നടന്ന ഉങ്ങിൻതറ മേളത്തിന് മച്ചാട് പ്രവീൺ നേതൃത്വം നൽകി. സ്വന്തം മൂക്കിനപ്പുറം കാര്യങ്ങൾ കാണാൻ കഴിയാത്ത മുഖ്യമന്ത്രിയും കഴിവുകെട്ട മന്ത്രിമാരും കേരളം ഭരിച്ചതിന്റെ ദുരന്തമാണ് പ്രളയത്തിലൂടെ ജനങ്ങൾ നേരിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രളയത്തിൽ കിടപ്പാട് നഷ്ടപ്പെട്ടവർക്കായി KPCC നടപ്പാക്കുന്ന 1000 ഭവന പദ്ധതിയിൽ സംസ്ഥാനത്ത് ആദ്യമായി പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം കോടാലി നെല്ലിക്കാവിള മേരിക്ക് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നുവിട്ടതാണ് പ്രളയത്തിനും ഇത്രയേറെ കെടുതികൾക്കും കാരണമായത്. ഇതു സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ തള്ളി. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പ്രളയം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തന്നെ ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം, അത് കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ പിണറായി വിജയൻ താഴെ ഇറങ്ങും, പുതിയൊരു ഗവൺമെന്റ് ഉണ്ടാകും. അന്നും ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. കഴിവില്ലാത്ത ഒരു കൂട്ടം മന്ത്രിമാർ, മൂക്കിനപ്പുറത്ത് കാര്യങ്ങൾ കാണാൻ കഴിയാത്തൊരു മുഖ്യമന്ത്രി, കേരളം ഭരിച്ചതിന്റെ ദുരന്തമാണ് ഈ പ്രളയത്തിലൂടെ നമ്മൾ നാട്ടിലെ ജനങ്ങൾ നേരിട്ടത്. 1000 ദിവസം പിന്നിട്ടിട്ടും 1000 പേർക്ക് പോലും പ്രയോജനമില്ലാത്ത സർക്കാരായി പിണറായി സർക്കാർ മാറിയിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് KR ഔസേബ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട TM ചന്ദ്രൻ, നവതിയിലെത്തിയ കോൺഗ്രസ് നേതാവ് PP ലോനപ്പൻ എന്നിവർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് TN പ്രതാപൻ, വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA MP വിൻസെന്റ്, ബെന്നി തൊണ്ടുങ്ങൽ, നൈജോ ആൻഡോ, ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂരിലെ വിവിധ പ്രതിഭകളെയും 70 പിന്നിട്ട മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. TCV ന്യൂസ്, കൊടകര.
കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ തയ്യാറാവാതിരുന്ന കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നത് കർഷക പ്രക്ഷോഭം ഭയന്നാണെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. സിപിഐയുടെ സി അച്യുതമേനോൻ ഭവന പദ്ധതിയിൽ പുതുക്കാട് മണ്ഡലത്തിൽ പണി പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മന്ത്രിസഭയുടെ അവസാന നാളുകളിൽ പ്രഖ്യാപിച്ച PM കിസാൻ സമ്മാൻ നിധി പദ്ധതി മരിക്കുന്നതിന് മുൻപ് ഒരു തുള്ളി വെള്ളം നൽകുന്നതുപോലെയാണ്. പ്രധാനമന്ത്രി ഈ പദ്ധതി സ്വപ്നം കാണും മുൻപേ കർഷകർക്ക് പ്രതിമാസം 1200 രൂപ കേരള സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി PG മോഹനൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, AN രാജൻ, VS പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയം തകർത്ത അഷ്ടമിച്ചിറ ജലസേചന പദ്ധതി പ്രവർത്തനക്ഷമമായെങ്കിലും മുന്നോട്ടു പോകാൻ KSCBയെ നാട്ടുകാർ സഹായിക്കേണ്ട അവസ്ഥയിലാണ്. അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് താൽക്കാലിക വൈദ്യുതി കണക്ഷൻ നൽകിയാണ് പദ്ധതി പ്രവർത്തിപ്പിക്കുന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കലും ജലസേചന സൗകര്യം ഒരുക്കലും മുടങ്ങാതിരിക്കാൻ വേണ്ടി VR സുനിൽകുമാർ MLA ഇടപെട്ടാണ് താൽക്കാലിക വൈദ്യുതി കണക്ഷൻ ഉറപ്പാക്കിയത്. പ്രളയത്തിൽ മോട്ടോർ ഷെഡ് അടക്കം മുങ്ങിയാണ് ട്രാൻസ്ഫോർമർ അടക്കമുള്ളവ പ്രവർത്തനരഹിതമായത്. ഇപ്പോൾ തകരാറിലായ ട്രാൻസ്ഫോർമറും മീറ്ററും മാറ്റാൻ വേണ്ടി നാട്ടുകാർ പണപ്പിരിവ് നടത്തുകയാണ്. KSCBക്ക് അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ കരാർ കൊടുക്കാനേ കഴിയുമെന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പമ്പിംഗ് മുടങ്ങാതിരിക്കാൻ ട്രാൻസ്ഫോർമറും മീറ്ററുമില്ലാതെ നേരിട്ടാണ് വൈദ്യുതി നൽകിയിരിക്കുന്നത്. പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതി തിട്ടപ്പെടുത്താനും സൗകര്യമില്ല. നാട്ടുകാർ സമാഹരിക്കുന്ന തുക KSCB പദ്ധതിയിൽ ലഭിക്കുമ്പോൾ തിരികെ നൽകാമെന്ന ഉറപ്പിലാണ് നടപ്പാക്കുന്നത്. 1.25 ലക്ഷം രൂപ മുടക്കിയാൽ ട്രാൻസ്ഫോർമറും മീറ്ററും സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊന്നുമില്ലാതെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ 30 ദിവസത്തേക്കായിരുന്നു വൈദ്യുതി കണക്ഷൻ നൽകിയിരുന്നത്. തുടർന്ന് കണക്ഷൻ വിച്ഛേദിക്കുമെന്ന ഘട്ടത്തിലാണ് MLA ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചത്. 100 കുതിരശക്തിയുടെ 2 മോട്ടോറുകളാണ് ഈ പദ്ധതിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ചാലക്കുടി പുഴയിലെ സമ്പാളൂരിൽ സ്ഥാപിച്ചിരിക്കുന്ന മോട്ടോർ പമ്പ് ചെയ്ത് കനാൽ വഴിയാണ് പുളിയിലക്കുന്നിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഇവിടെയുള്ള മോട്ടോർ പ്രവർത്തിപ്പിച്ച് പുത്തൻചിറ, മണിയംകാവ്, മാരേക്കാട്, അഷ്ടമിച്ചിറ, പുല്ലൻകുളങ്ങര, അമ്പഴക്കാട്, പുളിയിലക്കുന്ന് എന്നീ പ്രദേശങ്ങളിലേക്കാണ് അഷ്ടമിച്ചിറ പദ്ധതിയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നത്. ഈ മേഖലയിലെ കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല, കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും ഈ പദ്ധതി മാത്രമാണ് ആശ്രയമായുള്ളത്. അതുകൊണ്ട് തന്നെയാണ് KSCBയുടെ കരാർ പദ്ധതിക്ക് വേണ്ടി കാത്തുനിൽക്കാതെ നാട്ടുകാർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. TCV മാള. രാജ്യത്തിന്റെ അമൂല്യനിധികളായ ചരിത്ര സൂക്ഷിപ്പുകൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്താൻ നമുക്കാകണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ചരിത്ര സ്മാരകമായ ചേറ്റുവ കോട്ടയുടെ സംരക്ഷണ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 1.25 കോടി രൂപ ചെലവഴിച്ചാണ് ചേറ്റുവ കോട്ടയുടെ സംരക്ഷണ വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. കോട്ടയിലേക്ക് പ്രവേശിക്കാനുള്ള നടപ്പാത, വൈദ്യുതീകരണം, സെക്യൂരിറ്റി ക്യാബിൻ, ശുചിമുറി എന്നിവ ആദ്യഘട്ടമായി നിർമ്മിക്കും. ഇത് പൂർത്തിയായാൽ സന്ദർശകരെ ആകർഷിക്കാൻ പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. CN ജയദേവൻ MP മുഖ്യ അതിഥിയായി. KV അബ്ദുൽ ഖാദർ MLA അധ്യക്ഷനായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദയ് തോട്ടാപ്പള്ളി, CB ഭാരതി, KV അശോകൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ശേഷം മന്ത്രി കോട്ട സന്ദർശിച്ചു. സംസ്ഥാനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന 8 ഹാർബറുകളുടെ 2ാം ഘട്ടം 98 കോടി രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചേറ്റുവ ഹാർബർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. KV അബ്ദുൽ ഖാദർ MLA അധ്യക്ഷത വഹിച്ചു. CN ജയദേവൻ MP, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദയ് തോട്ടപ്പള്ളി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, PK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സമാനതകളില്ലാത്ത തിരിച്ചടികളുണ്ടായിട്ടും സമസ്ത മേഖലകളിലും വൻ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാരിന്റെ 1000 ദിനങ്ങളിൽ സാധിച്ചുവെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. അനമനട പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 8 ഹാർബർ റോഡുകളുടെ സംയുക്ത ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. VR സുനിൽകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഗോപി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി പൌലോസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനിത ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇന്ദിര ദിവാകരൻ, MS വിജു എന്നിവർ സംസാരിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്.
ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഗുരുവായൂരിലെ ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മിന്നൽ പരിശോധന നടത്തി. ഗുരുവായൂർ KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലെ ഹോട്ടലുകളിലും പടിഞ്ഞാറേനട, മമ്മിയൂർ എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിലും തട്ടുകടകളിലുമാണ് പരിശോധന നടത്തിയത്. ഭക്ഷ്യസുരക്ഷാ ലൈസൻസും രജിസ്ട്രേഷനുമില്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്ഷണത്തിൽ ചേർക്കാനായി സൂക്ഷിച്ചിരുന്ന സിന്തറ്റിക് കളറും അജിനോമോട്ടോയും പിടിച്ചെടുത്തു. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചു വന്നിരുന്ന വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കി. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം G. ജയശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഓഫീസർമാരായ രാജീവ്, സൈമൺ, ഡോക്ടർ വി. അപർണ എന്നിവർ പങ്കെടുത്തു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് ഉത്രാളിക്കാവിലും പരിസര പ്രദേശങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ റെയ്ഡിൽ കൃത്രിമ നിറം ചേർത്ത മിഠായികൾ പിടിച്ചെടുത്തു. ഭക്ഷ്യയോഗ്യമല്ലാത്ത റോഡ്ബിൻ ബി ഉൾപ്പെടെയുള്ള കൃത്രിമ നിറങ്ങൾ ചേർത്ത മിഠായിയാണ് പിടിച്ചെടുത്തത്. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്തെ 23 സ്ഥാപനങ്ങൾ പരിശോധിച്ച് നോട്ടീസ് നൽകി. ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരായ VK പ്രദീപ് കുമാർ, ഡോക്ടർ ലിജു S എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കല്ലൂർ ആദൂരിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ മോഷണം. 40 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായി പരാതി. ആദൂർ നെല്ലിശ്ശേരി ജെയിംസിന്റെ ആഭരണ നിർമ്മാണശാലയിലാണ് മോഷണം നടന്നത്. വീടിനോട് ചേർന്നുള്ള ആഭരണ നിർമ്മാണശാലയുടെ വാതിൽ കുത്തി തുറന്ന് മേശയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും മെക്കാർഡും മോഷ്ടിച്ചതായാണ് പരാതി. തിങ്കളാഴ്ച രാവിലെ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് മോഷണ വിവരം അറിയുന്നത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടിയിൽ സാംസ്കാരിക നിലയം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടും പഞ്ചായത്ത് തടസ്സം നിൽക്കുന്നുവെന്ന് ആരോപണം. നിലപാടിനെതിരെ ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുണ്ടൻകോട് കോളനിയിൽ സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നതിനായി MP PK ബിജുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. സാംസ്കാരിക നിലയം വരുന്നതോടെ മുണ്ടൻകോട് കോളനിയുടെ മുഖച്ഛായ മാറുമെന്നും യുവാക്കൾക്കും കുട്ടികൾക്കും ഇത് വലിയ പ്രചോദനമാകുമെന്നും വാർഡ് മെമ്പർ പ്രസീത ശശിധരൻ പറഞ്ഞു. 4 മാസത്തോളമായി ഈ MP-യുടെ ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനുള്ള പദ്ധതികൾ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു അനുകൂലമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കോളനിയുടെ സമഗ്ര വികസനത്തിന് 20,50,000 രൂപ MP ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തിലെ വികസന വിരോധികളോടൊപ്പം ചേർന്ന് പഞ്ചായത്ത് ഭരണസമിതി വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എതിരെ നിൽക്കുകയാണ്. ഇതിനെതിരെയാണ് തിങ്കളാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് എടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വാർഡ് മെമ്പർ പ്രസീത ശശിധരൻ പറഞ്ഞു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇരിങ്ങാലക്കുട ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ തീപിടുത്തം. മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ജീവനക്കാർ ജോലി കഴിഞ്ഞു പോയതിനു ശേഷമാണ് തീപിടുത്തമുണ്ടായത്. ജീവനക്കാർ വേർതിരിച്ചു വെച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത്. മാലിന്യങ്ങൾക്ക് തീവെച്ചതാണെന്ന് സംശയിക്കുന്നതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വേനൽ കനത്തതോടെ തീപിടുത്തങ്ങൾ വർദ്ധിക്കുന്നതായും ജനങ്ങൾ തീ ഉപയോഗിക്കുന്നതിൽ ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. എയാൾ ചെമ്മന്തിട്ട പാടശേഖരത്തിൽ അഗ്നിബാധ. പാടശേഖരത്തിനോട് ചേർന്നുള്ള പറമ്പുകളിലേക്ക് തീ പടർന്നു പിടിച്ചത് പരിഭ്രാന്തി പരത്തി. യാത്രക്കാരായ വിദ്യാർത്ഥികളാണ് തീ പടരുന്നത് കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിച്ചു. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കുന്നംകുളം മേഖലയിൽ 3 തീപിടുത്തമുണ്ടായത് ഫയർഫോഴ്സിനെ വലച്ചു. ചിറനല്ലൂർ കൂമ്പുഴ പാലത്തിന് സമീപം റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിനാണ് ഉച്ചയ്ക്ക് തീപിടുത്തമുണ്ടായത്. പിന്നീട് ചൊവ്വന്നൂരിൽ വയലിലെ പുല്ലിനും വൈകിട്ട് 6ഓടെ നഗരത്തിൽ പാറയിൽ മാർക്കറ്റിന് സമീപത്ത് മാലിന്യത്തിനും തീപിടിച്ചു. കയ്പമംഗലം ജനമൈത്രി പോലീസിന്റെ കാരുണ്യത്തിൽ ഒരു നിർധന കുടുംബത്തിന് കൂടി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. കുരിക്കുഴി കമ്പനിക്കടവിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പുത്തൻപറമ്പിൽ ഷെരീഫിനാണ് പോലീസ് വീട് നൽകിയത്. ഭർത്താവ് ഉപേക്ഷിച്ച ഷെരീഫയ്ക്ക് 2 പെൺമക്കളാണുള്ളത്. ഇവരുടെ കല്യാണം കഴിഞ്ഞതോടെ ഷെരീഫ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. എന്നാൽ വാടക കുടിശ്ശികയായതോടെ വീടൊഴിയാൻ വീട്ടുടമ ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഷെരീഫ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. SI KJ ജിനീഷിനോട് ഷെരീഫ തന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഷെരീഫയുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ SI സുമനസ്സുകളുടെ സഹായത്തോടെ ചാമക്കാലയിൽ പുതിയ വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. ഇരിങ്ങാലക്കുട DYSP ഫേമസ് വർഗീസ് താക്കോൽദാനം നിർവഹിച്ചു. TM ഹൈദർ ഹാജി അധ്യക്ഷനായിരുന്നു. SI KJ ജിനേഷ്, അൻവർ മുഹിയുദ്ദീൻ ഹുദവി, മുഹമ്മദ് ഷാഫി ഹുദവി, ഷമീർ എളയടത്ത്, MCM മൊയ്തീൻകുട്ടി, അയ്യപ്പദാസ്, KS അബ്ദുൽ സലാം എന്നിവർ സന്നിഹിതരായി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച് 6 മാസം പിന്നിടുമ്പോൾ 4 കുടുംബങ്ങൾക്കാണ് പോലീസ് വീടൊരുക്കിയത്. TCV കയ്പമംഗലം.
ഇരിങ്ങാലക്കുട കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം 2016 കേരള ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അശോക് ഭൂഷൺ നടത്തിയതാണെന്നും കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം വീണ്ടും നടത്തുന്നത് അപഹാസ്യമാണെന്നും മുൻ MLA തോമസ് ഉണ്ണിയാടൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡിസൈനിങ്ങിലുണ്ടായ ചില മാറ്റങ്ങൾ മൂലമാണ് വീണ്ടും കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുന്നത്. ഇടത് സർക്കാർ 3 വർഷക്കാലം പദ്ധതി താമസിപ്പിച്ചതിന് ക്ഷമ പറയണമെന്നും 1000 ദിനം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് പഴയ പദ്ധതികൾ ഉദ്ഘാടനം നടത്താതെ പുതിയ പദ്ധതികൾ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡെറാഡൂണിൽ നടക്കുന്ന 50 വയസ്സിന് മുകളിലുള്ളവരുടെ ദേശീയ വെറ്ററൻസ് ഫുട്ബോൾ മത്സരത്തിനുള്ള കേരള ടീം സജ്ജമാകുന്നു. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 2 വരെയാണ് ദേശീയ വെറ്ററൻസ് ഫുട്ബോൾ ഡെറാഡൂണിൽ നടക്കുന്നത്. മുൻ സംസ്ഥാന താരങ്ങളും യൂണിവേഴ്സിറ്റി താരങ്ങളും അടങ്ങുന്നതാണ് കേരള ടീം. 3 ആഴ്ചകളായി അരിമ്പൂരും അയ്യന്തോളുമാണ് ടീമിന്റെ പരിശീലനം നടക്കുന്നത്. സജീന്ദ്രൻ മോഹന്റെ പരിശീലനത്തിനാണ് ടീം ഒരുങ്ങുന്നത്. റാഫേൽ ചിറ്റിലപ്പള്ളിയാണ് ടീം മാനേജർ. ദേശീയ റഫറിയും AIFF മാച്ച് കമ്മീഷണറുമായ ഡെന്നി ജേക്കബാണ് ടീം ക്യാപ്റ്റൻ. അരിമ്പൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സാംബശിവൻ ഇവർക്കുള്ള ജേഴ്സികൾ വിതരണം ചെയ്തു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻദാസ്, വാർഡംഗം ശില്പ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞാലും കായിക താരങ്ങൾക്ക് അവരെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൽ കൂടെ മാനസിക ഉല്ലാസം കണ്ടെത്താനും നമുക്ക് സാധിക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ഫുട്ബോൾ താരങ്ങളും ഈ കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല ടീമാണ് ഈ വർഷം ഡെറാഡൂണിൽ വെച്ച് നടക്കുന്ന ദേശീയ മത്സരത്തിന് പങ്കെടുക്കാൻ പോകുന്നത്. 3 വട്ടം പ്രകാശനം മാറ്റിവെക്കപ്പെട്ട ഞാവൽപ്പഴ മധുരങ്ങൾ എന്ന പുസ്തകം ഒടുവിൽ പുറത്തിറങ്ങുകയാണ്. ഔപചാരിക പ്രകാശനത്തിന് മുൻപേ കൃതിയുടെ 3ാമത്തെ പതിപ്പ് തയ്യാറാകുന്നു എന്ന കൗതുകം കൂടി ഈ പുസ്തകത്തിനുണ്ട്. എടത്തിരുത്തി കുട്ടമംഗലം സ്വദേശിനി സജ്ന ഷാജഹാന്റെ പുസ്തകം മാർച്ച് 9 തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ കവി റഫീഖ് അഹമ്മദാണ് പ്രകാശനം ചെയ്യുന്നത്. ഗുരുവായൂരും പരിസരത്തുമുള്ള തന്റെ ബാല്യകാലമാണ് ഞാവൽപ്പഴ മധുരങ്ങളിലൂടെ സജ്ന വായനക്കാരുമായി പങ്കുവയ്ക്കുന്നത്. പുസ്തകത്തിന് അവതാരിക എഴുതിയ അഷ്ടമൂർത്തി സജ്നയുടെ രചനാശൈലിയെക്കുറിച്ച് വാചാലനായതിൽ തെറ്റില്ല. ഒരു തലത്തിൽ നിന്നുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിത്രമാണ് ഞാവൽപ്പഴ മധുരങ്ങളിൽ വരച്ചു ചേർത്തിട്ടുള്ളത്. 8ാം ക്ലാസ് കാലത്ത് പുസ്തകത്താളുകളിൽ കഥയെഴുതി ഒളിപ്പിച്ചു വെച്ച സജ്ന കോളേജ് വിദ്യാർത്ഥിയായിരിക്കെയാണ് തന്റെ രചനകൾക്ക് വെളിച്ചം പകർന്നത്. ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് എഴുതി തുടങ്ങിയത്. പക്ഷെ അന്നൊക്കെ പേടിച്ചിട്ട് അങ്ങനെ പുറത്തൊന്നും കാണിച്ചിരുന്നില്ല. അതൊന്നും ഒക്കെ എടുത്തു വെക്കലായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മാഗസീനിലും അങ്ങനെയൊക്കെ എഴുതി തുടങ്ങിയത്. ആനുകാലികങ്ങളിലും മറ്റും സ്ഥിരമായി എഴുതി വന്നിരുന്നു ഇവർ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടെ അടച്ചുവെച്ച പേന വീണ്ടും എടുത്തത് ഈയിടെ മാത്രമാണ്. തന്റെ ആദ്യ കഥാസമാഹാരത്തിന്റെ പ്രകാശനം കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നടത്താനാണ് സജ്ന നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പ്രളയത്തിൽ ആ മോഹം ഒഴുകിപ്പോയി. പിന്നീട് 2 വട്ടം തീയതി തീരുമാനിച്ചുവെങ്കിലും പ്രകാശനം നടന്നില്ല. ഇതിനിടെ പുസ്തകം വായനക്കാരുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. മികച്ച അഭിപ്രായം നേടിയ പുസ്തകത്തിന്റെ 3ാം പതിപ്പ് അച്ചടിയിലാണ്. മറ്റൊരു കഥാസമാഹാരവും ഞാവൽപ്പഴ മധുരങ്ങളുടെ 2ാം ഭാഗവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. വായിച്ചു കഴിഞ്ഞ പുസ്തകത്തിന്റെ പ്രകാശനമെന്നത് കേൾക്കുന്നവർക്ക് കൗതുകമായിരിക്കും. എന്നാൽ സജ്ന ഷാജഹാൻ എന്ന എഴുത്തുകാരിക്കിത് പ്രളയം കൊണ്ടുപോകാത്ത സ്വപ്നമാണ്. TCV കൊടുങ്ങല്ലൂർ. കൃഷിക്കും സേവന മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2019-20 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു വാഴക്കാല അവതരിപ്പിച്ചു. 22,54,76,867 രൂപ വരവും 21,93,21,126 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ്. കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി 1.47 കോടി രൂപയാണ് നീക്കിവെച്ചത്. പ്രസിഡന്റ് KK ഷീജു അധ്യക്ഷയായി. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. അരുവായിലെ ആനയോട്ടത്തിൽ കച്ചവടം നശിച്ച അയ്യപ്പേട്ടനെ സഹായിക്കാൻ കുരുന്നു വിദ്യാർത്ഥികൾ. പഴഞ്ഞി മാർത്തോമ LP സ്കൂളിലെ കുട്ടികളാണ് 75-കാരനായ അയ്യപ്പേട്ടന് സഹായവുമായി എത്തിയത്. ഞായറാഴ്ച അരുവായ് ചിറവരമ്പത്തുകാവ് പൂരാഘോഷത്തിനിടെ
ആന ഇടഞ്ഞോടിയപ്പോൾ ഉത്സവ പറമ്പിൽ കുഞ്ഞു പ്ലാസ്റ്റിക് പാവകൾ വിൽപ്പന നടത്തുന്ന അയ്യപ്പേട്ടൻ സാധനങ്ങൾ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഉത്സവ പറമ്പിലെത്തി തകർന്ന പാവകൾ കൂട്ടിയോജിപ്പിക്കാനുള്ള അയ്യപ്പേട്ടന്റെ ശ്രമം കണ്ടാണ് കുട്ടികൾ സ്കൂളിലെത്തിയ അധ്യാപകരോട് സങ്കടം പങ്കുവച്ചത്. തുടർന്ന് തകർന്ന പാവകൾക്ക് പകരമായി കുട്ടികൾ പിരിച്ചെടുത്ത 1000 രൂപ അയ്യപ്പേട്ടന് സമ്മാനിച്ചു. സ്കൂൾ ലീഡർ ഇമ്മാനുവൽ തോമസ് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി അകമലയിൽ വീണ്ടും പുലിയെ കണ്ടതായി അഭ്യൂഹം. വടക്കാഞ്ചേരി പുലാനിക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ബാദുഷായാണ് അകമല റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപത്തെ വളവിൽ പുലിയെ കണ്ടത്. പുലർച്ചെ ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങി ബൈക്കിൽ വരുന്നതിനിടെയാണ് പുലിയെ കണ്ടതെന്നും വേഗത്തിൽ ബൈക്ക് ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഇയാൾ പറയുന്നു. പ്രസിദ്ധീകരണത്തിന് മുൻപേ വിവാദമായ R.L. ജീവൻലാലിന്റെ അയാൾ എന്ന പുസ്തകം കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം ബാലചന്ദ്രൻ വടക്കേടത്ത് P.N. സുനിലിന് നൽകി പ്രകാശനം ചെയ്തു. തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ വെച്ച് ജീവൻലാൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പെൺകുട്ടിയുടെ പരാതി ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ആ വിഷയം പ്രമേയമാക്കി ജീവൻലാൽ അവതരിപ്പിക്കുന്ന പുസ്തകം DCC സെക്രട്ടറി അനിൽകുമാർ ചെയർമാനായുള്ള നിശാഗന്ധി പബ്ലിക്കേഷൻ പുറത്തിറക്കുന്നത് വിവാദമായിരുന്നു. നിശാഗന്ധി പബ്ലിക്കേഷൻസ് എഡിറ്റർ ജോജി ചന്ദ്രശേഖരൻ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഉദയപ്രകാശ്, കണ്ണൂർ സർവകലാശാല പ്രൊഫസർ ഡോക്ടർ ലിജ അരവിന്ദ്, ചെറുകഥാകൃത്ത് റഷീദ് കാർളം തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് പഞ്ചായത്തിലെ ലൈറ്റ് ഹൌസ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തറക്കല്ലിടൽ നിർവഹിച്ചു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഉദയപ്രകാശ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ആബിദ് അലി, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം മണ്ഡലത്തിൽ 14 ഇടങ്ങളിൽ സ്ഥാപിക്കുന്ന ഹൈമാസ് ലൈറ്റുകളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ആബിദ് അലി, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ എന്നിവർ സംസാരിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 17.39 കോടി രൂപ വരവും 16.99 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണ പദ്ധതിക്ക് 79,20,000 രൂപയും നെൽവികസനത്തിനായി 36,53,000 രൂപയും വനിതാ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി 17,70,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി കനകരാജ്, ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് സെക്രട്ടറി MF ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായി ആളൂർ പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം പ്രൊഫസർ KU അരുണൻ MLA നിർവഹിച്ചു. നവീകരിച്ച കുടുംബശ്രീ ക്യാന്റീൻ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് AR ഡേവിസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത സുബ്രഹ്മണ്യൻ, CJ നിക്സൺ എന്നിവർ സംസാരിച്ചു. നിരവധി നാടൻ പാട്ടുകൾ രചിക്കുകയും കലാഭവൻ മണി ഉൾപ്പെടെയുള്ളവർ പാടുകയും ചെയ്ത അറുമുഖൻ വെങ്കിടങ്ങന്റെ രചനകൾക്ക് അംഗീകാരം. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫോക്ക് ആർട്ട് റിസർച്ച് സെന്റർ കലാഭവൻ മണിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 2ാമത് കലാമാണിക്യ പുരസ്കാരമാണ് അറുമുഖൻ വെങ്കിടങ്ങനെ തേടിയെത്തിയത്. 10,001 രൂപയും പുരസ്കാരവും അടങ്ങുന്നതാണ് അവാർഡ്. കലാഭവൻ മണിയുടെ സ്മരണയ്ക്കായുള്ള അവാർഡിന് തെരഞ്ഞെടുത്തതിലേറെ സന്തോഷമുണ്ടെന്ന് അറുമുഖൻ വെങ്കിടങ്ങ് പറഞ്ഞു. രൂപം പണിയെടുത്ത് കിട്ടണ കാച്ചിന് കള്ളും വിധിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ, എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. വളരെ വൈകിയാണെങ്കിലും അംഗീകാരങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. പാട്ടുകൾ ഒരുപാട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ആൾക്കാർ അറിഞ്ഞ് അങ്ങനൊരു അവാർഡിലേക്ക് എന്നെ എത്തിച്ചത്. ജനപ്രിയമായ നിരവധി നാടൻ പാട്ടുകളും നിരവധി ചലച്ചിത്രങ്ങൾക്ക് ഗാനങ്ങളും അറുമുഖൻ രചിച്ചിട്ടുണ്ട്. മാർച്ച് 8-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചാണ് അവാർഡ് ദാനം. എരുമപ്പെട്ടി പഞ്ചായത്ത് കുണ്ടന്നൂർ തെക്കേക്കര കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ നിർവഹിച്ചു. ഭൂജല വകുപ്പ് വഴി ഗുണഭോക്താക്കളുടെ സഹകരണത്തോടെയാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതി സതീഷ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജൻ കുണ്ടന്നൂർ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് M മഞ്ജുളയെ ആറങ്ങോട്ടുകര അംഗൻവാടിയിലെ കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചു.
അംഗൻവാടിയിലേക്ക് നാട്ടുകാർ നൽകുന്ന ഫാൻ, ഫ്രിഡ്ജ്, കളിപ്പാട്ടങ്ങൾ, നിലവിളക്ക് എന്നിവയുടെ സമർപ്പണവും ചടങ്ങിൽ നടന്നു. വിദ്യാർത്ഥികളിലെ മദ്യപാന ആസക്തിയെക്കുറിച്ച് എക്സൈസ് ഓഫീസർ ഇ ടി രാജേഷ് ക്ലാസ് എടുത്തു. അംഗൻവാടി കമ്മിറ്റി അംഗങ്ങളായ സി പി രാമൻ, ബാലകൃഷ്ണൻ, പ്രജിത എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുരളി പെരുന്തലി എം.എൽ.എ മുച്ചക്ര വാഹനങ്ങളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഹുസൈൻ അധ്യക്ഷനായിരുന്നു. ജനപ്രതിനിധികളായ ശ്രീദേവി ജയരാജ്, എ പി ബെന്നി, കെ കൃഷ്ണൻകുട്ടി, ICDS ഓഫീസർ സ്റ്റെല്ല എന്നിവർ സംസാരിച്ചു. മലക്കപ്പാറ പോലീസ് സ്റ്റേഷനു വേണ്ടി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം BD ദേവസി MLA നിർവഹിച്ചു. തൃശൂർ റൂറൽ SP KP വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം CG സിനി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു വാഴക്കാല, നഗരസഭാ കൌൺസിലർ VJ ജോർജി, DVSP K ലാൽജി, SI KS ഷംസീർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കറുപ്പസ്വാമി എന്നിവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് എങ്കേക്കാട് ദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. എങ്കക്കാട് ദേശം പ്രസിഡന്റ് തുളസി കണ്ണൻ, സെക്രട്ടറി സുരേഷ് കുമാർ, ഡോക്ടർ മനോജ്, കാരുണ്യ ട്രസ്റ്റ് ചെയർമാൻ VV ഫ്രാൻസിസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറാനും മാറ്റാനും സമൂഹം മുന്നോട്ട് വരണമെന്ന് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. വടക്കാഞ്ചേരി സൗഹാർദ്ദം സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന പൂരവിരുന്നും കീർത്തിമുദ്ര പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണകുമാർ കീർത്തിമുദ്ര പുരസ്കാരം ഏറ്റുവാങ്ങി. സെന്റർ ഡയറക്ടർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം രമാദേവി, CR രാധാകൃഷ്ണൻ, TN നമ്പീശൻ, തൃശൂർ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സാംസ്കാരിക വകുപ്പുമായി ചേർന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി തുടങ്ങി. കേരളീയ കലാരൂപങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വെങ്കിടങ്ങ്, കണ്ണോത്ത് GMLP സ്കൂൾ, മുല്ലശ്ശേരി പറമ്പൻതളി കലാപഠന കേന്ദ്രം, പാവറട്ടി സാംസ്കാരിക നിലയം, എളവള്ളി കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ എന്നീ കേന്ദ്രങ്ങളായിട്ടാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. മുരളി പെരുന്തലി MLA കലാ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ജില്ലാ കോർഡിനേറ്റർ AS ദിവ്യ, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. KPCCയുടെ 1000 ഭവന പദ്ധതിയിലെ ആദ്യ വീടിന്റെ താക്കോൽദാനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ആദരണ ചടങ്ങ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രതിഭകളുടെ സംഗമവേദിയായി. മറ്റത്തൂരിനെ വിവിധ മേഖലകളിൽ അടയാളപ്പെടുത്തിയ പ്രതിഭകളെയാണ് കോടാലിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉപഹാരം നൽകി ആദരിച്ചത്. സിനിമാ നാടക പ്രവർത്തകനായ VM ബിൻസാദ്, യുവനടൻ അനന്തു മുകുന്ദൻ, എഴുത്തുകാരനായ സുഭാഷ് മൂന്നുമുറി, ദാസൻ ചാണാശ്ശേരി, MP നാരായണ പിഷാരടി, മാധ്യമപ്രവർത്തകൻ K പ്രസാദ്, TCV റിപ്പോർട്ടർ ലോനപ്പൻ കടമ്പോട് തുടങ്ങിയവരെയാണ് ആദരിച്ചത്. വനം വന്യജീവി വകുപ്പും സാമൂഹ്യ വനവൽക്കരണ വിഭാഗവും സംയുക്തമായി കടലാമ കുഞ്ഞുങ്ങളെ കടലിലിറക്കി. അകലാട് ബീച്ചിൽ പ്രത്യേക ഹാച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മുട്ട വിരിഞ്ഞ് 120 കുഞ്ഞുങ്ങളെയാണ് കടലിൽ ഇറക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളായി ബ്ലാങ്ങാടും പഞ്ചവടി ബീച്ചിലും കടലാമ കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കിയിരുന്നു. അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ ഡേവിഡ് എബ്രഹാം, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ U സജീവ് കുമാർ, L ലത്തീഫ്, KV മുഹമ്മദ് അലി, K കബീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കടലാമ കുഞ്ഞുങ്ങളെ കടലിലിറക്കിയത്. കൊടകര BRCയുടെ ആഭിമുഖ്യത്തിലുള്ള ചങ്ങാതിക്കൂട്ടം പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിൽ സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EL പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര BPO K നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ KP വേണുഗോപാൽ, BRC ട്രെയിനർമാരായ CS ജയന്തി, റാണി ജോസഫ്, PTA പ്രസിഡന്റ് CK ആനന്ദ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ 36 പിന്നോക്ക സമുദായങ്ങളെ OEC വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നും ശ്രീരാമവിലാസം ചവള സൊസൈറ്റി ആറ്റപ്പാടം ശാഖ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന സംഘടനാ സെക്രട്ടറി ബൈജു K മാധവൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KR സജീവ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ദേവസ്വം സെക്രട്ടറി CR വിജയൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് MR മനോജ്, യൂണിയൻ സെക്രട്ടറി CT ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. പൂപ്പത്തിയിൽ വയോജനങ്ങൾക്കായി വേറിട്ട പരിപാടികളുമായി തീർത്ഥം സാംസ്കാരിക കൂട്ടായ്മ. എല്ലാ മാസവും വിവിധ വിഷയങ്ങൾ ചർച്ചകൾ സംഘടിപ്പിച്ചാണ് കൂട്ടായ്മ വ്യത്യസ്തമാകുന്നത്. 50 വയസ്സ് പിന്നിട്ടവരാണ് കൂട്ടായ്മയിൽ അംഗങ്ങളായുള്ളത്.
സാമൂഹ്യ പ്രാധാന്യമുള്ള കാലികമായ വിഷയങ്ങളിലാണ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. ഈ മാസത്തെ കുടുംബ സംഗമത്തിൽ പ്രസിഡന്റ് TK സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. CN സുധാർജനൻ വിഷയാവതരണം നടത്തി. AN സുഭാഷിതൻ, CK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കോടനോ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ കുടുംബസംഗമം പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സദീപ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ജോസ് ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. കോടനോ ദേവാലയ വികാരി ഫാദർ ജേക്കബ് തച്ചറയിൽ, മിനേഷ് മംഗലത്ത്, രമേശ് മങ്കുഴി, സന്തോഷ് കാരയിൽ എന്നിവർ സംസാരിച്ചു. കുറ്റിച്ചിറ ഗവൺമെന്റ് LP സ്കൂളിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം BD ദേവസി MLA നിർവഹിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ശശിധരൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം CG സിനി, സ്ഥിരം സമിതി അധ്യക്ഷൻ PA കുഞ്ചു, സാവിത്രി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി കന്നുകുട്ടി പരിപാലന പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ മഞ്ജുഷ സുരേഷ് അധ്യക്ഷയായി. ഡോക്ടർ ഉഷ റാണി പദ്ധതി വിശദീകരണം നടത്തി. ചാവക്കാട് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ രഞ്ജി ജോൺ, രാജലക്ഷ്മി, മഹേന്ദ്രൻ, ഡോക്ടർ ഗീത എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നാടകവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നാടകോത്സവത്തിന് മുന്നോടിയായി ആദര സമ്മേളനം നടന്നു. ആദ്യകാല നാടക പ്രവർത്തക നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വാഴ്ച മുതൽ 6 ദിവസം നീണ്ടു നിൽക്കുന്ന അമേച്ചർ നാടകോത്സവത്തിന്റെ തുടക്കമായാണ് ആദരവ് സമ്മേളനം സംഘടിപ്പിച്ചത്. മേഖലയിലെ ആദ്യകാല നാടക പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. നാടകവേദി പ്രവർത്തകരായ VK ശ്രീരാമൻ, TK വാസു, CK രവി തുടങ്ങി നാടക, കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അന്നകര കോക്കൂർ റോഡ് നിർമ്മാണ ഉദ്ഘാടനം മുരളി പെരുന്നലി MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 12 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുക. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിര സമിതി അധ്യക്ഷ ജെനി ജോസഫ്, എളവിളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TD സുനിൽ, മുല്ലശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് 19-ാം വാർഡിൽ വിദ്യാലക്ഷ്മി അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ആബിദലി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CM സുഹാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖിലാവേണി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന അഷ്ടമി വിളക്കിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ ശീവേലി, മേളം, അന്നദാനം എന്നിവ ഉണ്ടായിരിക്കും. മാർച്ച് 1 വെള്ളിയാഴ്ചയാണ് ചരിത്രപ്രസിദ്ധമായ ഏകാദശി മഹോത്സവം ആഘോഷിക്കുന്നത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് സ്മിത ഷാജി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ലോഹിതാക്ഷൻ അധ്യക്ഷയായിരുന്നു. TP അജയൻ, PV സതീശൻ, സായിദ മുത്തുക്കോയ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ പ്രളയ ദുരിതാശ്വാസ നിധി അനർഹമായി നേടിയെടുക്കാൻ ശ്രമിച്ചതായും പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പാഴിയോട്ടുമുറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി OS വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ലിബിൻ K മോഹൻ അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK സുലൈമാൻ, ദീപ രാമചന്ദ്രൻ, ജിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കനകമല കുരിശുമുടി തീർത്ഥാടനത്തിന് മുന്നോടിയായി കനകമല ഇടവകയിലെ മുഴുവൻ കുടുംബങ്ങളിലും പതാക ഉയർത്തി. കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് കളത്തിങ്കലിന് പതാക കൈമാറി. കനകമല തീർത്ഥാടന കേന്ദ്രം വികാരി ഫാദർ ജോയ് തറക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ പീറ്റർ കണ്ണമ്പുഴ, ട്രസ്റ്റിമാർ, തീർത്ഥാടന ജനറൽ കൺവീനർ ബൈജു അറക്കൽ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച. പ്രധാന പങ്കാളികളായ എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശങ്ങൾ ഒരുങ്ങി. കഴിവുകെട്ട സർക്കാർ കേരളം ഭരിച്ചതിന്റെ ദുരന്തമാണ് പ്രളയത്തിലൂടെ ജനങ്ങൾ നേരിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. UDF സർക്കാർ അധികാരത്തിൽ വന്ന പ്രളയം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നും ചെന്നിത്തല. പ്രളയം തകർത്ത അഷ്ടമിച്ചിറ ജലസേചന പദ്ധതി നിലനിർത്താൻ KSEBക്ക് കൈത്താങ്ങായി നാട്ടുകാർ. അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് താൽക്കാലിക വൈദ്യുതി കണക്ഷൻ നൽകിയാണ് പദ്ധതി പ്രവർത്തിപ്പിക്കുന്നത്.
ചരിത്ര സൂക്ഷിപ്പുകൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്താൻ നമുക്കാകണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സംസ്ഥാനത്തെ 8 ഹാർബറുകളുടെ രണ്ടാം ഘട്ടം 98 കോടി രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.